നമ്മുടെ ആരോഗ്യമെന്നത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യം കൂടി ഉൾപ്പെടുന്നതാണ്. മനസ്സ് രോഗാതുരമായാൽ ശരീരവും രോഗബാധിതമാകും. മാനസികാരോഗ്യമുണ്ടെങ്കിൽ ഒരു പരിധിവരെ ആ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് രോഗങ്ങളോട് പൊരുതുകയുമാകാം. പലരുടെയും മാനസിക പ്രശ്നമാണ് നെഗറ്റീവ് ചിന്തകൾ. ഇത്തരം ചിന്തകൾ നമ്മിൽ നെഗറ്റീവ് ഊർജം കുത്തിനിറയ്ക്കും. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തെയും ബാധിക്കുകയും ചെയ്യും. മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്. മടിയൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാകുമെന്ന് പൊതുവെ പറയും. ഇത് വാസ്തവമാണ്. മനസ്സിനെ ഇതിനാൽ തന്നെ ഫ്രീ ആയി വിടരുത്. അതായത് നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ മനസ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇടയാക്കരുത്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ മനസ്സ് കൂടി ഉണ്ടാകണം. അതായത് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏകാഗ്രതയോടെ മനസ്സുമർപ്പിക്കണം. ഇതിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചിന്തകളെ ഒരു പരിധിവരെ പിടിച്ചുകെട്ടാൻ സാധിക്കും. ഏകാഗ്രതാ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് യോഗ, ധ്യാനം എന്നിവ പരിശീലിക്കുന്നത്. ഇതുപോലെ മനസ്സിൽ വിഷമം ഉണ്ടാകുന്നതിന്, ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടാകുന്നതിന് ചിന്തകൾ ഒരു കാരണമാണ്. കഴിഞ്ഞതിനെക്കുറിച്ച് വിഷമിച്ചതുകൊണ്ടോ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടതുകൊണ്ടോ കാര്യമില്ലെന്ന അടിസ്ഥാന തത്വം തിരിച്ചറിയണം. നാം ജീവിക്കുന്ന വർത്തമാനകാലം ആസ്വദിച്ച് ജീവിക്കുക. കഴിഞ്ഞു പോയത് കഴിഞ്ഞു, അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. വരാൻ പോകുന്നത് തടയാനുമാകില്ല. ഇതിനാൽ തന്നെ പ്രസന്റ്, അതായത് വർത്തമാനകാലം സന്തോഷകരമായി തള്ളി നീക്കുകയാണ് പ്രധാനം. നമ്മുടെ മനസ്സിൽ നാം അറിയാതെ പോലും നെഗറ്റിവിറ്റി കുത്തി നിറയ്ക്കുന്ന ചിലതുണ്ട്. മറ്റുള്ളവരെ കുറ്റം പറയുക, ഗോസിപ്പുകൾ ഉണ്ടാക്കുക, മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവ താൽക്കാലിക സന്തോഷം പലർക്കും നൽകും. ഇതിലൂടെ സന്തോഷം കണ്ടുപിടിക്കുന്നവരുമുണ്ട്. സ്ഥിരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ താൽക്കാലിക സന്തോഷം മനസ്സിൽ നിറയ്ക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ, തലച്ചോറിൽ ഇതുണ്ടാക്കുന്നത് നെഗറ്റീവ് എനർജിയാണെന്ന് തിരിച്ചറിയുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ നേരം നല്ലത് ചിന്തിച്ചാൽ, പറഞ്ഞാൽ, ചെയ്താൽ അതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ വെറുതെ ഇരിക്കുന്നത് പലപ്പോഴും നെഗറ്റീവ് ചിന്തകൾ കുത്തിനിറയ്ക്കും. ഇതുപോലെ പ്രതീക്ഷകൾ കൈവിടരുത്. നല്ലത് വരുമെന്ന് ചിന്തിക്കുക. ഇതേ നല്ല ചിന്തകൾ മറ്റുള്ളവരുടെ കാര്യത്തിലും വേണം. ഇതുപോലെ പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസങ്ങളും ഉണ്ടാകുമ്പോഴും ഒന്നിലും അമിത പ്രതീക്ഷ വയ്ക്കാതിരിക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം, നല്ല രീതിയിലും മോശം രീതിയിലും. ഉദാഹരണത്തിന്, ഒരു യാത്ര പുറപ്പെടുന്നു. യാത്രയിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാം. ഇതിനെ നെഗറ്റീവ് ചിന്തയെന്ന് പറയാം. അതേസമയം യാത്ര സുഖകരമായിരിക്കുമെന്നും ചിന്തിക്കാം. ഇത് നിങ്ങളിലും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും പോസിറ്റീവ് ഊർജവും പകരുന്നു.